2013-14 വർഷമാണ് കേട്ടോ. ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങളുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റ് നടക്കുന്ന ദിവസമാണ്. അപ്പം ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂട്ടുകാരെല്ലാവരും മാറി മാറി ഓരോ പ്രോഗ്രാംസ് കാണും. അവിടെ നിന്ന് എഴുന്നേക്കും, മറ്റൊരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ എന്താണ് ചോദിച്ചത്, എന്താണ് സംഭവം. അപ്പോൾ എനിക്കാണ് കൂടുതൽ ഈ ക്യൂരിയോസിറ്റി കൂടുതൽ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അത് അറിയണം. ഞാൻ വേഗം ചെന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു കുട്ടി ഇങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു കുട്ടിയുടെ കയ്യിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ കുട്ടികൾ കാണാൻ വേണ്ടി നിൽക്കുന്ന പല കുട്ടികളുടെയും കയ്യിൽ മെഹന്തി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും അവർ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പലരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മെഹന്തി ഇട്ട് മേടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ മെഹന്തി ഇടണം എന്ന ഒരു ആഗ്രഹം. ഞാനും ആ ക്യൂവിൽ ചെന്ന് നിന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ 8ാമത്തെ 9ാമത്തെ എങ്ങാണ്ട് ആളാണ്. അതിന് മുമ്പേ തന്നെ ആ കുട്ടി 10-20 പേർക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആൾ ക്ഷീണിച്ചു, വേർത്ത് കുടിച്ച്. അറിയാമല്ലോ, സ്റ്റേജൊക്കെ ചൂടായിരിക്കും, ഫാനൊന്നും ഇല്ല അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ പുള്ളിക്കാരി ആർക്കും എന്താ പറയുക ഇട്ട് തരില്ല എന്നൊന്നും പറയണില്ല കേട്ടോ. ബുദ്ധിമുട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരെയും വിഷമിപ്പിക്കുന്നൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് ആ കുട്ടീനെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കാണുന്നത്. പക്ഷേ എന്നാലും പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാത്ത അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി വരുന്ന എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആയിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഒരു വലിയ കഴിവാണെന്ന് എനിക്കത് മനസ്സിലായി. കാരണം ഈ പേന പോലും നമുക്ക് മര്യാദക്ക് പിടിക്കാൻ പറ്റാത്ത നമ്മൾ ഈ കോൺ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇത്രയും നല്ല ഡിസൈൻസൊക്കെ വരുന്നതെന്നുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അവസാനം എൻ്റെയും ടേൺ ആയിട്ടോ. ഞാനും മെഹന്തി ഇട്ടു. എനിക്ക് നല്ല രീതിയിൽ മെഹന്തി ആ കുട്ടി ഇട്ട് തന്നിട്ട് നല്ല ഭംഗിക്കാണ് ഇടുന്നത്. കുറേ പേരുണ്ടെന്ന് കരുതി ഇങ്ങനെ വലിച്ചു വാരി ഇടുകയല്ല, നല്ല ഭംഗിക്ക് തന്നെ ഇട്ട് തന്നത്. ഒരു പൂക്കളും ഇലകളൊക്കെ ഉള്ള നല്ലൊരു ഡിസൈനായിരുന്നു. നല്ല തിക്കായിട്ടാണ് ഇട്ട് തന്നത്. ഈ സിംഗറിൻ്റെ ആ മറ്റേ പഴയ നമ്മുടെ മഞ്ഞയും പച്ചയും കളറൊരു മൈലാഞ്ചി കോണില്ലേ, അത് വെച്ചിട്ടാട്ടോ ഇടുന്നത്. അതൊക്കെ വെച്ച് ഇത്രയും നന്നായിട്ട് ഇടാൻ പറ്റും ആ കുട്ടീനെ ശരിക്കും സമ്മതിക്കണേ. ഞാൻ മൈലാഞ്ചി പഠിക്കാൻ തീരുമാനിച്ച അന്ന് മുതലാണ് എനിക്കിത് മനസ്സിലായത്. അന്ന് വൈകുന്നേരം ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ലേഡീസ് സ്റ്റോറിൽ നിന്നൊരു സിംഗറിൻ്റെ കോണും മേടിച്ച് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഈ മൈലാഞ്ചി. ഇന്നിപ്പോൾ ഈ ഒരു പോർട്രേറ്റൊക്കെ വരയ്ക്കാനുള്ളൊരു ധൈര്യം തന്നെ ഞാൻ പറയണം. കാരണം ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ ചെറുതായിട്ടെങ്കിലും എനിക്കറിയാം പ്രിസിഷൻസൊക്കെ കുറവുണ്ട്. പക്ഷേ ഈ ഫിഗറൊക്കെ ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ പ്രിസിഷൻ അത്രയും മേലെ ഉണ്ടാവുള്ളൂ. ഇനി എത്രയോ തവണ, 2ാമത്തെ തവണ 3ാമത്തെ തവണയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ പെർഫെക്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ എനിക്ക് ധൈര്യം തന്നത് തന്നെ എനിക്ക് തോന്നുന്നു ആ തട്ടയിട്ട ആ ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഉള്ളിലേക്ക് ഈ മൈലാഞ്ചിയുടെ ഇഷ്ടം അല്ലെങ്കിൽ മൈലാഞ്ചിയോടുള്ള ഇഷ്ടം എനിക്ക് പകർന്നു തന്നത് ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ മുഖം ഞാൻ വളരെ ഇഷ്ടത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പേര് പോലും എനിക്കറിയില്ല, അതാണ് ഏറ്റവും വലിയ കഷ്ടം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്.